ഹലോ ഗൈസ്, ഫസ്മൈന സാക്കിർ ആൻഡ് ലല്ലൂമ്പി ലാസ്റ്റ് വീഡിയോ. ഇനി ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഫസ്മൈന ഫ്രോഡാണ്, ഫസ്മൈനെ കുറിച്ച് വീഡിയോ ചെയ്യരുത് എന്നുള്ളത്. ഒരു ഡയറി കാരണം ഫസ്മൈനയുടെ കുറേ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഇതിനുള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ട് അഥവാ ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ തന്നാൽ നന്നായിരുന്നു. ഇങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരാൾക്ക് പറ്റും എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതിൽ എല്ലാ വീഡിയോയും എനിക്ക് തോന്നുന്നത് ഫസ്മീനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതോടെ നിർത്തി. എല്ലാം കണക്കാ. എനിക്ക് വന്ന മെസ്സേജ് ആണെങ്കിലും കമൻറ്റ് ബോക്സ് ആണെങ്കിലും അതിൽ പറയുന്നത് പോലെ 4 എണ്ണവും കണക്കാ, ഒന്നിനൊന്ന് മെച്ചം. എന്നെയൊക്കെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ, അതായത് ഞങ്ങളെയും നിൻ്റെ വ്യൂവേഴ്സിനെയും പറഞ്ഞാൽ മതി. ലല്ലു ഇപ്പം ഓടി നടന്ന് എല്ലാ തെളിവുകളും വെച്ചിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. മറുപടി ഒന്നുമില്ല. ഈവൻ നിൻ്റെ ഒരു പെണ്ണ് എന്നുള്ളതിൽ നിൻ്റെ അഭിമാനത്തെ വരെ അവൻ ചോദ്യം ചെയ്യുന്നുണ്ട്. മറുപടി കൊടുക്കാനില്ല. ബാക്കിയുള്ള ആൾക്കാർ നിനക്ക് വേണ്ടി മറുപടി കൊടുക്കുന്നതെന്നല്ലാണ്ട് നീ എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല? പ്രഗ്നൻസിയുടെ കാര്യം, അബോർഷൻ്റെ കാര്യം, അതെൻ്റെ കൊച്ചല്ല എന്നുള്ള കാര്യം, അങ്ങനെ പലതും അവൻ പറയുന്നുണ്ട്. കമാന്നൊരക്ഷരം ഫസ്മിന് ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ല. വൈ? ലല്ലു ഒരലവലാതെയാണ്, പടുകോഴിയാണ്, തിണ്ടിയാണ്, നാറയാണ്, ഓക്കെ സമ്മതിച്ചു. പക്ഷെ ലല്ലു പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ നിനക്ക് എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല? അവൻ തെളിവുകൾ നിരത്തി പറയുന്ന കാര്യങ്ങൾ നിനക്ക് എന്തുകൊണ്ട് അതങ്ങനെയല്ല എന്നുള്ളത് തെളിവുകൾ നിരത്തി പറയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നിൻ്റെ റിയാക്ഷൻ വരുന്നില്ല? പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് കല്യാണം നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലല്ലു ആയിട്ടുള്ള റിലേഷനിലല്ലേ നിനക്ക് ആ കുഞ്ഞുണ്ടായത്? അതിന് അബോർഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നീ ആരായിട്ടാണോ റിലേഷനിലിരിക്കുന്നത് അയാളുടെ കൊച്ച്, അയാളെ തന്നെ നീ കല്യാണം കഴിക്കുന്നു. എന്തിന് അബോർഷൻ ചെയ്തു? നീ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നിൻ്റെ താല്പര്യത്തിനാണ് അബോർഷൻ ചെയ്തതെന്ന് അവൻ പറയുന്നുണ്ട്. എന്തിന്? ഫിസിക്കൽ റിലേഷൻ കഴിഞ്ഞ 4ാമത്തെ ദിവസമാണ് ഫസ്മീനെ പോയിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. 4ാമത്തെ ദിവസമൊക്കെ പ്രഗ്നൻ്റ് ആവുമോ? എനിക്കതിനെക്കുറിച്ച് വലിയ വിവരമില്ല കേട്ടോ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഫസ്മീനയുടെ ചേച്ചി ഒരു റീൽ ഇട്ടിട്ടുണ്ട്. ആ റീലിൻ്റെ അകത്ത് ഫസ്മീനയുടെ റൂമും മറ്റു കാര്യങ്ങളും കാണിക്കുന്ന കൂട്ടത്തിൽ ഫസ്മീനയുടെ ഒരു ഡയറി ചേച്ചി കാണിക്കുന്നുണ്ട്. ആ ഡയറിയിൽ ചില കാര്യങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഇവൻ ലല്ലു പറയുന്നുണ്ട് ഫസ്മീന ഡ്രഗ്സ് യൂസ് ചെയ്യും, കള്ളു കുടിക്കും എന്നൊക്കെ ഉള്ള കാര്യം. അതിൽ ഫസ്മീന ഞാൻ അങ്ങനെയല്ല, അങ്ങനെയാണ്, ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ഫസ്മീനയുടെ ഡയറിയിൽ 2026 ഫെബ്രുവരിയിൽ എഴുതി വെച്ച ഒരു നോട്ട്, ജവാൻ ആൻഡ് ജോയിൻ്റ് അടിച്ചു. ഇയാൾ തന്നെയല്ലേ എഴുതി വെച്ചത്, അല്ലാണ്ട് ലല്ലു കൊണ്ടുവന്ന് എഴുതിയതൊന്നും അല്ലല്ലോ അല്ലേ? സ്വന്തം ഡയറിയിൽ ഫസ്മീന എഴുതി വെച്ച കാര്യങ്ങൾ. അപ്പോൾ ഫസ്മീന ജോയിൻറ്റും അടിക്കും, കള്ളും കുടിക്കും, വീട്ടുകാർ പൊക്കിയിട്ടും ഉണ്ട്. അപ്പോൾ ലല്ലു ആ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി അടുത്ത കാര്യം, ജെ ഗിവ്സ് മീ ദ ബെസ്റ്റ് HCX. അത് നിങ്ങൾ കൂട്ടി വായിച്ചോ. ഓക്കെ, ഇതൊക്കെ നടക്കുന്നത് 2026 ഫെബ്രുവരിയിലാണ്. പിന്നെ ഉണ്ട് ഈറ്റൻ ഐപ്പിൽ എന്തായാലും ലല്ലു കഴിക്കത്തില്ലല്ലോ, ഫസ്മീന തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഊഹിക്കാമല്ലോ. അതുപോലെ അത് ഫസ്മീനയുടെ ഡയറിയും കൂടെയാണ്. അപ്പോൾ അത് ഫസ്മീനയുടെ ഇതാണ്. ഈ ജെ എന്ന് പറയുന്നത് ജലൻ എന്നുള്ള പേരാണെന്ന് തോന്നുന്നു. കാരണം ഈ ഡയറിയിൽ 2-3 ഇടത്ത് ജലൻ എന്ന പേര് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഈ പേരൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ ഇൻസ്റ്റാഗ്രാം പോയി നോക്കിയപ്പോൾ അതിൽ അങ്ങനെ ഒരു പേര് കിടപ്പുണ്ട്. ചിലപ്പം അതാണോ ഇതെന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെ ഒരു പേര് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കത് ജലൻ എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. ഇത്രയൊക്കെ ചെയ്തിട്ടാണ് അയ്യോ ഈ ലല്ലുവിൻ്റെ പിറകെ ഇപ്പോഴും നടക്കുന്നത്. ഒന്ന് നിർത്തിക്കൂടെ? മതി. നമ്മളൊരാളെ കുറ്റം പറയുമ്പോൾ, നമ്മളൊരാളെ ഇത് ചെയ്യുമ്പോൾ നമുക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ആലോചിക്കണം. ഫൈൻ, സമ്മതിക്കാം, ലല്ലുവായിട്ട് പിരിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്തത്. 2026 കഴിഞ്ഞ വർഷം ഞാൻ ലല്ലുവായിട്ട് പിരിഞ്ഞു. അതുകൊണ്ട് ഈ വർഷം ഞാൻ
വേറെ റിലേഷനായെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ നീ തന്നെ പറയുന്നു ലല്ലു എനിക്ക് ഡിവോഴ്സ് തന്നിട്ടില്ല, ഞാനിപ്പോഴും ലല്ലുവിൻ്റെ ഭാര്യയാണെന്ന്. അപ്പോൾ പിന്നെ ഇതിനെ അവിഹിതം തന്നെയല്ലേ പറയണ്ടേ? അല്ലേ? ലല്ലുവിൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിയമപരമായിട്ട് ഡിവോഴ്സ് തരാതപ്പോൾ തന്നെ നീ വേറൊരാളായിട്ട് 2026 ഫെബ്രുവരിയിൽ ഇങ്ങനെ ഒരു റിലേഷൻ കൊണ്ട് വച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവിഹിതം എന്നല്ലാണ്ട് പിന്നെ പുണ്യാവിഹിതം എന്ന് പറയാൻ പറ്റുമോ? പുണ്യാഹിതം എന്നോ വാട്ടെവർ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? ഈ ജലൻ ബെസ്റ്റ് ഇത് തന്നു എന്ന് പറയുന്നതിൻ്റെ കൂടെ നീ എഴുതി വെച്ചിട്ടുണ്ട് എന്തുവാ സെക്സ് മാനിയക്കായി എന്നുള്ളത്. നീ തന്നെയല്ലേ എഴുതി വെച്ചേക്കുന്നത്, ഞാനല്ലല്ലോ, അല്ലെങ്കിൽ ലല്ലു അല്ലല്ലോ, അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാരല്ലല്ലോ. നീ തന്നെ ഓരോന്ന് എഴുതി വെച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന് ഉത്തരം തരാതെ മുങ്ങുന്നത് അത്ര നല്ല ഇതല്ല. നല്ല ക്ലാരിറ്റിയിൽ നിനക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കത് വിശ്വസിക്കാം. ക്ലാരിറ്റി ഉണ്ടാവണം പറയുന്നതിന്. ഇതിൻ്റെ ഇടയിൽ ഒരു ലൈവിൽ വന്നപ്പോൾ ഈ ഡയറിനെ കുറിച്ചിട്ട് ചോദിച്ചായിരുന്നു ആൾക്കാർ. അപ്പോൾ നീ പറഞ്ഞൊരു മറുപടി ഉണ്ട്. 2026 ഡയറി അല്ലേ? 2026 ഡയറിനെ പറ്റി ഞാൻ പറയത്തില്ല. ഞാൻ ഓൾറെഡി എന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഞാൻ പറയത്തില്ല, ഞാൻ പ്രൈവറ്റ് ആയിട്ട് വെക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ട് ഡയറിയെ കുറിച്ച് സംസാരിക്കത്തില്ല? നേരത്തെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല, ഇപ്പൊ പറയുന്നത് ഞാൻ പ്രൈവറ്റ് ആയിട്ടേ വെക്കത്തുള്ളൂ. ഇത് എന്തോ എവിടത്തെ ഡബിൾ സ്റ്റാൻഡാ? നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്ക്. സത്യം പറയാൻ സപ്പോർട്ട് ചെയ്തതിന് ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ദൈവമേ, മനുഷ്യൻ വന്ന് സപ്പോർട്ട് ചെയ്യിപ്പിച്ചിട്ട് ഒരാഴ്ച 2 മാസമൊക്കെ കഴിയുമ്പോൾ ആ ആൾക്കാരെ കൊണ്ട് തന്നെ റിഗ്രറ്റ് ചെയ്യിക്കും. ഇങ്ങനെയുള്ള കുറേ അവതാരങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് അടുത്തത് ഫസ്മീന സാക്കിർ. ആ പേരും കൂടെ എഴുതി അങ്ങോട്ട് ഇടാം. അവൻ പിഴയാണ്, കാട്ടുകോഴിയാണ്, ദണ്ഡിത്തരമാണ് കാണിക്കുന്നതെന്നൊക്കെ പ്രൂവ് ചെയ്തില്ലേ? വീണ്ടും അതിൻ്റെ പിറകെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യില്ലേ? ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, അതായത് അവൻ ഇവളുടെ കയ്യിൽ നിന്ന് കുറേ പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ, അതൊക്കെ നീ അവനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് തന്നെ തിരിച്ചെടുത്തോ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിൻ്റെ കയ്യിലിരിപ്പൊക്കെ കണ്ടിട്ട് ഈ ഡയറിയിൽ പകുതിയും കണ്ടിട്ട് നീയും കണക്കാ അവനും കണക്കാ, രണ്ടും കണക്കാ. അതുകൊണ്ട് ഒന്നും പറയാനില്ല. നീ തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് മണി മേക്കിംഗ് അല്ലേ? ലല്ലുവിനെ വെച്ച് മാക്സിമം മണി ഉണ്ടാക്കുക. പൊളിഞ്ഞല്ലോ. ഈ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമാണ് ഇപ്പോൾ അവിടെ വന്നേക്കുന്നത്. പിന്നെ ആ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കേസറ്റ് എൻ്റെ പൊന്ന് ചേട്ടാ വിട്ടേര്. ഇവളുടെ ഒന്നും ഇനി ചെയ്യില്ലേ. നിങ്ങളുടെ ടെലഗ്രാം ഞാൻ വന്ന് നോക്കിയായിരുന്നു. ഇവരെ ഈ ലല്ലുവിൻ്റെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. മതി, ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യണ്ട. കാരണം എന്താണെന്ന് പറയുക, എല്ലാം കണക്കാണ്. നമ്മൾ പെടും, അത്രേ ഉള്ളൂ. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ റിഗ്രറ്റ് വരും. എന്തിന് എന്നുള്ള രീതിയിൽ. അതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തിന്? നല്ലതാണ്, അല്ലെങ്കിൽ അവളും ചതിച്ചു എന്ന രീതിയിൽ കണ്ടിട്ടാണ് വന്ന് സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഈ ഡയറിയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരുമാതിരി വെറുപ്പ് ആയി തുടങ്ങി. ഞാൻ എൻ്റെ കാര്യം പറയാം. ഇനിയിപ്പം ഞാൻ തോന്നുന്നില്ല ഇനി ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളത്. എനിക്ക് തന്നെ മടുത്തടേ. രണ്ടും കണക്കാണ്. നല്ലൊരു ക്ലാരിറ്റിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നോക്കാം. അതുവരെ ഇനി ഞാൻ ഈ ടോപ്പിക്ക് എടുക്കത്തില്ല. ശരി എന്നാൽ.